കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC അണ്ടർ സെക്ഷൻ 498A എന്ന് പറയുന്നതിൻ്റെ FIR നമുക്ക് ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ കേരളത്തിലെ വ്യാജ 498A പ്രകാരം ഒരു കേസ് വരികയും ആ കേസിൽ ഭർത്താവിൻ്റെ റിലേറ്റീവ്സും ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായിക്കൊണ്ട് കോടതികൾ ഇങ്ങനെ കയറി വർഷങ്ങളോളം കോടതികൾ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെതിരെ ഒരു FIR വന്നു കഴിഞ്ഞാൽ 498 പ്രകാരം ഒരു FIR വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അത് ക്വാഷ് ചെയ്യാനായിട്ട് പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ആ പോയിന്റിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് എന്ന് തന്നെയാണ്. ഓക്കെ, അതായത് 498Aയുടെ FIR നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്വാഷ് ചെയ്യുവാനായിട്ട് സാധിക്കും. അത് എവിടെ ക്വാഷ് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഹൈക്കോടതിയിലാണ് നമുക്കതിനെ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എന്താണ്? The High Court can quash the FIR if convinced that the person is innocent and falsely implicated എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ബന്ധുക്കളും സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ FIR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, the parties being falsely implicated in a case can move to the High Court for quashing of the FIR under section 482 of the CRPC. അതായത് CRPCയുടെ 482 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതിയിലേക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന FIR ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഈ CRPC 482 എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇൻഹറൻറ്റ് പവറാണ്. അതായത് ചില കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുവാനായിട്ടുള്ള ഒരു വിവേചന അധികാരം അല്ലെങ്കിൽ ഒരു പവർ ആർക്കുണ്ട്? ഹൈക്കോടതിക്ക് വേണ്ട. ആ പവറാണ് എന്താ ശരിക്കും പറയുകയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 482 ഓഫ് CRPC എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ഓൾസോ അപ്രോച്ച് ദി ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഫയലിംഗ് എ റിട്ട് പെറ്റീഷൻ ഫോർ ക്വാഷിംഗ് ദി FIR. ഇനി CRPC അല്ലാതെ നമ്മുടെ ഭരണഘടനയിലെ 226 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 226 എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, റിട്ട് എന്ന് പറയുന്ന 5 തരത്തിലുള്ള റിട്ടുകൾ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. ഈ 5 തരത്തിലുള്ള റിട്ടുകളിൽ ഹൈക്കോടതിയിലേക്ക് ഒരു റിട്ട് സമർപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 226. അത് സുപ്രീം കോടതിയിലേക്കാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഭരണഘടനയുടെ ആത്മാവ് എന്നൊക്കെ ബഹുമാനപ്പെട്ട അംബേദ്കർ പറഞ്ഞിട്ടുള്ള 32. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ 226 പ്രകാരം നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ FIR ക്വാഷ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ പോയിന്റ് നോക്കുക, ദ ഗ്രൗണ്ട്സ് ഫോർ ക്വാഷിംഗ് FIR. അപ്പോൾ ഒരു FIR ക്വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെനുവിനാണ് എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് പറയണത്. ഫസ്റ്റ് പോയിന്റ്, ഫാബ്രിക്കേഷൻ ഓഫ് ക്രൂവാലിറ്റി അലിഗേഷൻസ്. ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെ പറയുന്ന ക്രൂരത എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ നുണ പറഞ്ഞതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ക്വാഷ് ചെയ്യും. രണ്ടാമത്, ആബ്സെൻസ് ഓഫ് മെറ്റീരിയൽ എവിഡൻസ് സപ്പോർട്ടിംഗ് ദി ക്ലൈംസ്.
ഈ പറയുന്ന തെറ്റായ ആലിഗേഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ തെളിയിക്കുവാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്വാഷ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല, സ്വർണം മേടിച്ചതിൻ്റെ എവിഡൻസ് ഇല്ല, പൈസ മേടിച്ചതിൻ്റെ എവിഡൻസ് ഇല്ല, ഒരു എവിഡൻസും ഇല്ല, വെറുതെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്വാഷ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത് മെലീഷ്യസ് ഇൻറ്റൻറ്റ് ഓഫ് ദി കംപ്ലൈൻറ്റ്. ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും കോടതി കയറ്റി ബുദ്ധിമുട്ടിക്കുക, ഓക്കെ, എന്നുള്ള ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ടുള്ള, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെൻഗസ് അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ അത് ക്വാഷ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അതായത് ചില ആൾക്കാർക്ക് ഒരു ധാരണയില്ല, എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെക്കും പുറത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരെയും പീഡിപ്പിക്കുവാനായിട്ടുള്ള കള്ളക്കേസുകളാണ്. അതാണ് മെലീഷ്യസ് ഇൻറ്റൻറ്റ്, മനസ്സിലായില്ലേ? ഇൻറ്റൻറ്റ് ഓഫ് ദി കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ.